നമുക്കറിയാം OET റീഡിംഗ് പാർട്ടിൽ 3 തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ആദ്യത്തേത് മാച്ച് ദ ഇൻഫോർമേഷൻ വിത്ത് ദ കറക്റ്റ് ടെക്സ്റ്റ്. രണ്ടാമത്തേത് ആൻസർ ദ ഫോളോയിങ് വിത്ത് എ ഷോർട്ട് ഫ്രേസ് ഓർ എ വേർഡ്. മൂന്നാമത്തെ ടൈപ്പ് സെൻറ്റൻസ് കംപ്ലീഷൻ ആണ്. ഈ 3 ക്വസ്റ്റ്യൻ ടൈപ്പ് നമ്മൾ എടുത്തു നോക്കുമ്പോൾ കാൻഡിഡേറ്റ്സ് പലപ്പോഴും ബുദ്ധിമുട്ടാറുള്ളത് അല്ലെങ്കിൽ ഉത്തരം കണ്ടുപിടിക്കാൻ കുറച്ച് കഷ്ടപ്പെടാറുള്ളത് മൂന്നാമത്തെ കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്, വിച്ച് ഈസ് സെൻറ്റൻസ് കംപ്ലീഷൻ. അതിന് കാരണം ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അത് ഒരു ക്വസ്റ്റ്യൻ ഫോമാറ്റിലാണ് ഫ്രെയിം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുവാൻ എളുപ്പമാണ്. അതേസമയത്ത് സെൻറ്റൻസ് കംപ്ലീഷനോട് വരാൻ നേരത്ത് ഒരു സെൻറ്റൻസ് ആയിരിക്കും നമുക്ക് തരുന്നത്. അതിൻ്റെ തുടക്കത്തിലോ മധ്യത്തിലോ അല്ലെങ്കിൽ അവസാനമോ ഒരു ബ്ലാങ്ക് ആയിരിക്കും. നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ പ്രോപ്പറായിട്ട് വാങ്ങിച്ച് വെച്ച് ആ ഒരു ഗ്യാപ്പ് കറക്റ്റ് വേർഡ് അല്ലെങ്കിൽ ഫ്രേസ് ഉപയോഗിച്ച് ഫില്ല് ചെയ്യേണ്ടതാണ് വരുന്നത്. ഈ ഒരു കണ്ടുപിടിക്കേണ്ട നമ്മൾ കാര്യം അത് ഒരു ഒബ്ജക്റ്റിൻ്റെ പേരാണോ, ഒരു എക്യുപ്മെൻ്റ് ആണോ, പ്രൊസീജിയർ ആണോ, മെഡിസിൻ ആണോ, അല്ലെങ്കിൽ മെഡിസിൻ്റെ ഡോസേജ് ആണോ എന്ന് മനസ്സിലാക്കുവാൻ പലരും ബുദ്ധിമുട്ടാറുണ്ട്. ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഇത്തരത്തിലുള്ള ചോദ്യം എങ്ങനെയാണ് മറികടക്കേണ്ടത് എന്ന് ഒരു സാമ്പിൾ പാർട്ട് എ ക്വസ്റ്റിൻ്റെ സഹായത്തോടെ നമുക്ക് നോക്കാം. ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു സാമ്പിൾ പാർട്ട് എ ക്വസ്റ്റിൻ്റെ പാർട്ട് എ മാത്രം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പാർട്ട് എയിലെ ടെക്സ്റ്റ് എ ഇപ്പോൾ വിസിബിൾ ആണ്. ഇവിടുത്തെ ടോപ്പിക്ക് മലേറിയൻ പ്രഗ്നൻസി ആണ്. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ഇത് സ്കിം ചെയ്യാം. സ്കിം ചെയ്തതിന് ശേഷം നമുക്ക് ക്വസ്റ്റിനിലോട്ട് പോകാം. അല്ലെങ്കിൽ ഓരോ ക്വസ്റ്റിനും വായിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ആൻസർ എവിടെയാണ് എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് തന്നെ നമ്മൾ പാർട്ട് എപ്പോഴും അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ 4 ടെക്സ്റ്റ് വേഗത്തിലൊന്ന് സ്കിം ചെയ്യാൻ ശ്രമിക്കുക. എന്തിനാണ് സ്കിം ചെയ്യുന്നത്? ഓരോ ടെക്സ്റ്റിലും എന്തൊക്കെ ഇൻഫർമേഷനാണ് ആ ഒരു ടോപ്പിക്കിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി. സ്കിമ്മിങ്ങിൽ ഒരുപാട് സമയം ചിലവഴിക്കരുത്. ഒരു ടെക്സ്റ്റ് സ്കിം ചെയ്യാൻ മാക്സിമം ഒരു 50 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 45 സെക്കൻഡ് എടുക്കുക. നമ്മൾ സ്കിം ചെയ്യുമ്പോൾ ആ ഒരു പാരാഗ്രാഫ് ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് വായിക്കേണ്ട. നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു ടെക്സ്റ്റ് എ അല്ലെങ്കിൽ ബി ആണെങ്കിൽ അവിടെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ഒരു സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഓവറോൾ ഐഡിയ മാത്രം ഗ്യാദർ ചെയ്താൽ മതി. നമുക്ക് ആദ്യം തന്നെ ടെക്സ്റ്റെ സ്കിം ചെയ്യാം. നിങ്ങൾ കുറച്ചൊരു ടൈം എടുത്ത് സ്കിം ചെയ്യുക. അതിനുശേഷം ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, ഐ ഹോപ്പ് യു ഹാവ് കംപ്ലീറ്റഡ്. ഇനി നമുക്ക് ഓരോ പാരാഗ്രാഫും നോക്കാം. ഇവിടെ തന്നെ ആദ്യത്തെ പാരാഗ്രാഫ് എന്താണ് പറയുന്നത്? മലേറിയ ഏതൊക്കെ പ്രദേശങ്ങളിലാണ് കണ്ടുവരാറുണ്ട് ഉള്ളത് എന്നാണ് പറയുന്നത്. രണ്ടാമത് പറയുന്നത് എങ്ങനെയാണ് ഇത് ഈ ഒരു ഇൻഫെക്ഷൻ നമ്മുടെ ശരീരത്തിലോട്ട് വരുന്നത്? മോസ്കിറ്റോ വഴിയാണ് എന്ന് പറയുന്നുണ്ട്. തന്നെയല്ല 5 പ്രധാന സ്പീഷീസ് ഓഫ് മോസ്കിറ്റോനെ പറ്റിയുള്ള ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. രണ്ടാമത്തെ പാരാഗ്രാഫിൽ എന്താണ് പറയുന്നത്? ഓസ്ട്രേലിയ മലേറിയ ഫ്രീ ആയിട്ട് ഡിക്ലെയർ ചെയ്ത കാര്യം പറയുന്നുണ്ട്. പിന്നെ സിവിയർ ഫോം ആയിട്ട്, അതായത് ഈ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു വുമൻ മലേറിയ ആയിട്ട് അഫക്റ്റഡ് ആവുകയാണെങ്കിൽ, സിവിയർ മലേറിയ ആയിട്ട് അഫക്റ്റഡ് ആവുകയാണെങ്കിൽ അതിന് കോംപ്ലിക്കേഷൻസ് എന്താണ്, അതുപോലെ തന്നെ മറ്റ് മലേറിയൻ പ്രഗ്നൻസിയുടെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നും ആ ഒരു പാരാഗ്രാഫിൽ നമുക്ക് കാണാൻ പറ്റും. മൂന്നാമത്തെ പാരാഗ്രാഫിൽ എന്താണ് പറയുന്നത്? അവിടെ മെയിനായിട്ട് പറയുന്നത് പ്രഗ്നൻ്റ് വുമൻ ഉള്ള ഒരു ട്രാവൽ അഡ്വൈസറിയാണ്. എങ്ങോട്ടൊക്കെ യാത്ര ചെയ്യരുത്, അതുപോലെ തന്നെ അഥവാ യാത്ര ചെയ്യുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ആ ഒരു പാരാഗ്രാഫിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 45 അല്ലെങ്കിൽ 50 സെക്കൻഡ് എടുത്ത് വെച്ചാൽ നമുക്ക് ഒരു ഓവറോൾ ഐഡിയ ഗ്യാദർ ചെയ്താൽ മതി. സോ ദാറ്റ് നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കാൻ നേരത്ത് ഈ ഏതെങ്കിലും ടോപ്പിക്കുമായിട്ട് കണക്റ്റഡ് ആണ് ക്വസ്റ്റ്യനെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ടെക്സ്റ്റ് എയിലോട്ട് വന്നിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നമുക്ക് ടെക്സ്റ്റ് ബി സ്കിം ചെയ്യാം. നമുക്ക് നോക്കാം. ഇവിടെ എന്താണ് പറയുന്നത്? മലേറിയയുടെ പൊതുവെയുള്ള സിംറ്റംസ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പല ടൈപ്പ് ഓഫ് സ്പീഷീസ് ഓഫ് നമ്മൾ കണ്ടിരുന്നു മോസ്കിറ്റോസ് മലേറിയ സ്പ്രെഡ് ചെയ്യുന്നത്. അതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡും തന്നിട്ടുണ്ട്. ഏറ്റവും അവസാനം മലേറിയ ഉള്ള പ്രഗ്നൻ്റ് വിമൻ ട്രാവൽ ചെയ്യുന്നതിൻ്റെ കാര്യം അവിടെയും ഒരു സെൻറ്റൻസ് പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ടെക്സ്റ്റൈൽ ഒരു അവസാനത്തെ പാരാഗ്രാഫ് നമ്മൾ കണ്ടിരുന്നു. പ്രഗ്നൻ്റ് വിമൻ എങ്ങോട്ടൊക്കെ ട്രാവൽ ചെയ്യരുത് അല്ലെങ്കിൽ അവരുടെ ട്രാവലിനെ സംബന്ധിച്ച് പറയുന്നതായിട്ട് കണ്ടിരുന്നു. ഇവിടെയും അതിനെപ്പറ്റി ഒരു സെൻറ്റൻസ് ഉണ്ട്. അപ്പോൾ പ്രഗ്നൻ്റ് വിമൻ ട്രാവൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം വരികയാണെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി ടെക്സ്റ്റൈലായിരിക്കാനാണ് സാധ്യത കൂടുതൽ. പക്ഷെ നമ്മൾ മറക്കരുതാത്തൊരു കാര്യം ഇവിടെയും അതിനെപ്പറ്റി ഒരു സെൻറ്റൻസ് പറഞ്ഞിട്ടുണ്ട്. സോ അവിടെ കണ്ടില്ലെങ്കിൽ നേരെ ടെക്സ്റ്റ് ബിയിലെ ഒരു ലാസ്റ്റ് സെൻറ്റൻസ് ചെക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് ടെക്സ്റ്റ് സിയിലോട്ട് പോകാം. ടെക്സ്റ്റ് സി നിങ്ങൾ സ്കിം ചെയ്തെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി പരിശോധിക്കാം അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന്. ഇവിടെ എന്താണ്? ലാബോറട്ടറി ഡയഗ്നോസിസ് ഫോർ മലേറിയ. ലാബിൽ എങ്ങനെയാണ് മലേറിയ ഡയഗ്നോസ് ചെയ്യുന്നത്? ആദ്യം എന്താണ് പറയുന്നത്? ബ്ലഡ് സ്മിയർ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, എങ്ങനെയാണ് സ്കെയിൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. രണ്ടാമത് പറയുന്നതോ ബ്ലഡ് സ്പെസിമെൻ എവിടെ നിന്നാണ്, ഏത് ബോഡി പാർട്ടിൽ നിന്നാണ് എടുക്കേണ്ടത്, അഡൽട്സിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ്, അതുപോലെ ഇൻഫൻസിൻ്റെ കാര്യത്തിൽ എവിടെ നിന്നാണ് ബ്ലഡ് എടുക്കേണ്ടത്. പിന്നെ പറയുന്നത് എന്താണ്? ആൻറ്റികോഗൻസിൻ്റെ കാര്യം പറയുന്നുണ്ട്. പിന്നെ ബ്ലഡ് സ്പെസിമെൻ എത്ര നേരത്തേക്കിന് വയബിൾ ആണ്, അതായത് എത്ര നേരത്തേക്കിന് അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ടെസ്റ്റിങ്ങിന് വേണ്ടി, ആ ഒരു കാര്യം പറയുന്നുണ്ട്. പിന്നെ അവസാനത്തോട്ട് വരുമ്പോൾ എന്താണ്? പല തരത്തിലുള്ള ടെസ്റ്റ്, റാപ്പിഡ് ഡയഗ്നോസിസ് ടെസ്റ്റിൻ്റെ കാര്യം പറയുന്നുണ്ട്, മറ്റ് ടെസ്റ്റിൻ്റെ കാര്യം പറയുന്നുണ്ട്, ഏതൊക്കെ ടെസ്റ്റാണ് പെർഫോം ചെയ്യാറുള്ളതെന്ന്.
അപ്പം ടെക്സ്റ്റ് ഈസ് ഓൾ അബൌട്ട് ടെസ്റ്റ് അല്ലേ. അപ്പോൾ ടെസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യം വന്നാലും ഡയറക്റ്റ്ലി ടെക്സ്റ്റ് സിയിൽ നിന്ന് നമുക്ക് ആൻസർ എടുക്കാവുന്നതാണ്. ഇനി ഫൈനലി ടെക്സ്റ്റ് ഡി നോക്കാം. ടെക്സ്റ്റ് ഡി എന്താണ്? ഇറ്റ്സ് ഓൾ അബൌട്ട് ട്രീറ്റ്മെൻറ്റ് ആൻഡ് മെഡിക്കേഷൻ അല്ലേ. ഏതൊക്കെ മെഡിക്കേഷനാണ് യൂസ് ചെയ്യേണ്ടത്, ഇപ്പോൾ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്, സിവിയർ മലേറിയ ആണെങ്കിൽ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, അതുപോലെ അൺകോംപ്ലിക്കേറ്റഡ് മലേറിയ ആണെങ്കിൽ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ട്. ഏതൊക്കെ മെഡിസിനാണ്, ആ മെഡിസിൻ എങ്ങനെയാണ് അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് ആൻഡ് തേർഡ് ട്രൈമസ്റ്ററിലും സിവിയർ മലേറിയ ആണെങ്കിൽ അൺകോംപ്ലിക്കേറ്റഡ് മലേറിയ ആണെങ്കിൽ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ നമ്മൾ സെൻറ്റൻസ് കംപ്ലീഷൻ ക്വസ്റ്റ്യൻസ് മാത്രമേ നോക്കുന്നുള്ളൂ. സാധാരണഗതിയിൽ ഒരു 5 ക്വസ്റ്റ്യൻസേ വരാറുള്ളൂ. 15 to 20 ക്വസ്റ്റ്യൻസ് ആണ് സെൻറ്റൻസ് കംപ്ലീഷൻ ആയിട്ട് വരാറുള്ളത്. ഇവിടെ നമുക്ക് പഠിക്കുവാൻ വേണ്ടി ഞാനൊരു 10 ക്വസ്റ്റ്യൻസ്, ഒരു 10 ക്വസ്റ്റ്യൻസ് ഫോം ചെയ്തിട്ടുണ്ട്. നമുക്ക് 10 ആൻസർ ചെയ്യാം. ആദ്യം തന്നെ ഇപ്പം കുറച്ച് ക്വസ്റ്റ്യൻസ് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്ക് 1 by 1 നോക്കാം. ഇപ്പോഴത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഐഡിയൽ പാർട്ട് ഓഫ് എ ന്യൂ ബോൺ ബേബീസ് ബോഡി ഫോർ കളക്ടിങ് എ ബ്ലഡ് സ്പെസിമെൻ ഈസ് ഡാഷ്. സോ ഇവിടെ ബ്ലാങ്ക് എന്താണ്? ആ ഒരു സെൻറ്റൻസിൻ്റെ ഏറ്റവും അവസാനമാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ആക്ച്വലി നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് എന്ത് കണ്ടുപിടിക്കാനാണ് പറയുന്നത്? അതായത് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഒരു ബോഡി പാർട്ടാണോ, ഒരു മെഡിസിൻ്റെ പേരാണോ, അല്ലെങ്കിൽ മെഡിസിൻ്റെ ഡോസേജ് ആണോ, ഫ്രീക്വൻസി ആണോ, എന്താണ് നമ്മളോട് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെടുന്നതെന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇതൊരു ക്വസ്റ്റ്യൻ ഫോമിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് വളരെ എളുപ്പമായിരിക്കും. ഉദാഹരണത്തിന് ഈ ഒരു ക്വസ്റ്റ്യൻ ആക്ച്വലി എന്താണ് ചോദിക്കുന്നത്? ഇവിടെ ആക്ച്വലി ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഈസ് ദ ഐഡിയൽ പാർട്ട് ഓഫ് എ ന്യൂ ബോൺ ബേബീസ് ബോഡി ഫോർ കളക്ടിങ് എ ബ്ലഡ് സ്പെസിമെൻ. അത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇതാണ്: ഒരു ന്യൂ ബോൺ ബേബിയുടെ ബ്ലഡ് സ്പെസിമെൻ കളക്ട് ചെയ്യുവാൻ ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള പാർട്ട് ഏതാണെന്നാണ് അല്ലേ. ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള പാർട്ട് ഏതാണ് ന്യൂ ബോൺ ബേബിയുടെ ബ്ലഡ് കളക്ട് ചെയ്യാൻ വേണ്ടി? അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? തീർച്ചയായിട്ടും ഒരു ബോഡി പാർട്ടാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ആൻസർ ഒരു ബോഡി പാർട്ടായിരിക്കും. അത് നമ്മൾ തെറ്റിക്കരുത്. ഇനി ഈ ഒരു കാര്യം ഏത് ടെക്സ്റ്റിലായിരിക്കും കാണാൻ സാധ്യത? നമ്മൾ കണ്ടിരുന്നു ടെസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ബ്ലഡ് ഡ്രോ ചെയ്യുന്ന റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? ടെക്സ്റ്റ് സിയിലാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആൻസറിലോട്ട് എത്തിച്ചേരേണ്ടത്. പല ആൾക്കാരും കറക്റ്റായിട്ട് ലൊക്കേറ്റ് ചെയ്യും, പക്ഷേ ലൊക്കേറ്റ് ചെയ്ത ആ ഒരു സെൻറ്റൻസിൽ നിന്ന് തെറ്റായിട്ടുള്ള വാക്കായിരിക്കും ആൻസർ ആയിട്ട് എഴുതുന്നത്. ഇതിന് കാരണം എന്താണ്? ക്വസ്റ്റ്യൻ നമ്മളോട് പറയുന്നത് എന്താണെന്ന് പ്രോപ്പറായിട്ട് മനസ്സിലാക്കുന്നതിൽ വീഴ്ച വരുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ബോഡി പാർട്ടാണ്. ആരുടെ ബോഡി പാർട്ട്? ഇൻഫൻറ്റിൻ്റെ ബോഡി പാർട്ട്. എന്തിൻ്റെ ബോഡി പാർട്ട്? ബ്ലഡ് കളക്ട് ചെയ്യാനുള്ള ബോഡി പാർട്ട്. ഓക്കെ, നമുക്ക് ടെക്സ്റ്റ് സി പോയി ആൻസർ എടുക്കാം. ടെക്സ്റ്റ് സിയിലോട്ട് പോകാൻ നേരത്ത് നമുക്കറിയാം രണ്ടാമത്തെ പോയിന്റ് വരുന്നുണ്ടല്ലോ. ബ്ലഡ് സ്പെസിമെൻ ക്യാൻ ബി ടേക്കൻ ഡയറക്ട്ലി ഓൺ ടു എ സ്ലൈഡ് ഫ്രം എ ഫിംഗർ ഓർ ആൻ ഇയർ ലോബ് ഓർ ബൈ venipuncture into a tube containing an anticoagulant such as heparin or etta. From infants, the blood is best obtained from the heel. അപ്പം ഇൻഫൻസിൻ്റെ കാര്യത്തിൽ എവിടെ നിന്നാണ് ബ്ലഡ് എടുക്കുന്നത്? ഹീലിൽ നിന്നാണ് എടുക്കുന്നത് അല്ലേ. ബോഡി പാർട്ട് നമുക്ക് കിട്ടി കഴിഞ്ഞു ഹീൽ. സോ അവർ ആൻസർ ഈസ് ഹീൽ. അപ്പോൾ ഹീൽ എഴുതിക്കൊണ്ട് നമുക്ക് ആൻസർ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? If the sample is go into a tube with etta, the method of taking blood should be. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെയും സെൻറ്റൻസിൻ്റെ അവസാനമാണ് ബ്ലാങ്ക് വന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്താണ്? നമ്മൾ കളക്ട് ചെയ്ത ബ്ലഡ് സാമ്പിൾ എട്ട കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ട്യൂബിലോട്ടാണ് പോകുന്നതെങ്കിൽ ദ മെത്തേഡ് ഓഫ് ടേക്കിംഗ് ബ്ലഡ് ഷുഡ് ബി എന്താണ് എന്നുള്ളതാണ്. അതായത് ഏത് മെത്തേഡിലാണ് നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്യേണ്ടത്. ആക്ച്വലി ഇതൊരു ക്വസ്റ്റ്യൻ ഫോമിലോട്ട് നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ കാര്യം എളുപ്പമായി. എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ഫോമിലോട്ട് വരുമ്പം? വാട്ട് മെത്തേഡ് ഓഫ് ടേക്കിംഗ് ബ്ലഡ് ഷുഡ് ബി യൂസ്ഡ് ഇഫ് ദ സാമ്പിൾ ഈസ് ഗോ ഇൻ ടു എ ട്യൂബ് വിത്ത് എട്ട. ബേസിക്കലി ചോദിക്കുന്നത് നമ്മൾ കളക്ട് ചെയ്യുന്ന ബ്ലഡ് സാമ്പിൾ എട്ട അടങ്ങിയിരിക്കുന്ന ട്യൂബിലോട്ട് പോവുകയാണെങ്കിൽ ആ ബ്ലഡ് ഡ്രോ ചെയ്യുന്ന മെത്തേഡ് ഏതാണെന്നാണ്. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? ഒരു മെത്തേഡാണ് അല്ലേ. മെത്തേഡ് ഓഫ് ബ്ലഡ് കളക്ഷൻ ആണ്. അപ്പം ഏത് കണ്ടീഷനിലാണ്? എട്ട ട്യൂബിലുണ്ടെങ്കിൽ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഏത് മെത്തേഡിലൂടെയാണ് നമ്മൾ ബ്ലഡ് ഡ്രോ ചെയ്യുന്നത്? അപ്പോൾ ഇവിടെയും ടെസ്റ്റാണ് വിഷയം. അപ്പോൾ ടെസ്റ്റിനെ കുറിച്ച് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? ടെക്സ്റ്റ് സിയിൽ തന്നെയാണ് അല്ലേ. നമുക്ക് ഡയറക്റ്റ്ലി പോയിട്ട് നമ്മുടെ ആൻസർ ഒരു മെത്തേഡാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ സെൻറ്റൻസ് ലൊക്കേറ്റ് ചെയ്തിട്ട് ഒരിക്കലും തെറ്റായിട്ടുള്ള വാക്ക് ആൻസർ എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഒരു മെത്തേഡാണ്. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് സിയിൽ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ കണ്ടുപിടിച്ച അതേ പോയിന്റിൽ തന്നെയാണ് ഇവിടെയുള്ളത്. എങ്ങനെയാണ്? ബ്ലഡ് സ്പെസിമെൻ can be taken directly onto a slide from a finger or an earlobe or by venipuncture into a tube containing an anticoagulant such as heparin or etta. അപ്പോൾ എട്ടയുള്ള ട്യൂബിലോട്ട് കളക്ട് ചെയ്യുന്നത് ഏത് മെത്തേഡ് വഴിയാണ്? വെനിപങ്ചർ അല്ലേ. അപ്പോൾ അവർ ആൻസർ ഈസ് വെനിപങ്ചർ ആണ്. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്?
ടു എയ്ഡ് ഡയഗ്നോസിസ് ഡാഷ് ഷുഡ് ബി ആഡഡ് ടു ബ്ലഡ് ഫിലിംസ്. അപ്പോൾ ഇവിടെ മിഡിലാണ്, സെൻറ്റൻസിൻ്റെ ഇടയ്ക്കാണ് ബ്ലാങ്ക് വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഡയഗ്നോസിസ് എയ്ഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡയഗ്നോസിസ് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ബ്ലഡ് ഫിലിമിലോട്ട് എന്താണ് ആഡ് ചെയ്യേണ്ടതെന്നാണ് അല്ലേ. അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ ഫോമിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും? വാട്ട് ഷുഡ് ബി ആഡഡ് ടു ബ്ലഡ് ഫിലിംസ് ടു എയ്ഡ് ഡയഗ്നോസിസ്. ഡയഗ്നോസിസിനെ സഹായിക്കാൻ ബ്ലഡ് ഫിലിംസിലോട്ട് എന്താണ് ആഡ് ചെയ്യേണ്ടത്? അപ്പോൾ നമ്മുടെ ഇവിടെ ആൻസർ ആയിട്ട് എന്താണ് വരുന്നത്? ബ്ലഡിലോട്ട് ആഡ് ചെയ്യുന്ന ഒരു കാര്യം അല്ലേ. മിക്കവാറും എന്തായിരിക്കും? ഒരു സ്റ്റെയിൻ തന്നെയായിരിക്കും അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് ഇതിൻ്റെ ആൻസർ എവിടെയാണ്? ടെക്സ്റ്റ് സിയിൽ തന്നെയാണ്. കാരണം അവിടെയാണ് ഈ ബ്ലഡ് കണക്ഷനെ കുറിച്ചും ബ്ലഡ് ഡ്രോയിങ്ങിനെ കുറിച്ചൊക്കെ പറയുന്നത്. നമുക്ക് അങ്ങോട്ട് പോകാം. നോക്കാം. ഇവിടെ എന്താണ്? ബോത്ത് തിക്ക് ആൻഡ് തിൻ ബ്ലഡ് സ്മിയേഴ്സ് ഷുഡ് ബി പ്രിപ്പയർഡ്. ദേ ഷുഡ് ബി സ്റ്റെയിൻ വിത്ത് എ റൊമനോസ്കി സ്റ്റെയിൻ സോ ആസ് ടു മാക്സിമൈസ് ദ ഒക്കറൻസ് ഓഫ് ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ. അപ്പോൾ ഇവിടെ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ മാക്സിമൈസ് ചെയ്യുവാൻ വേണ്ടി എന്താണ് ആഡ് ചെയ്യുന്നത്? റൊമനോസ്കി സ്റ്റെയിൻ ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? റൊമനോസ്കി സ്റ്റെയിൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ഓക്കെ, നമുക്ക് ഫോർത്ത് ക്വസ്റ്റിനോട്ട് പോകാം. ഫോർത്ത് ക്വസ്റ്റൻ എന്താണ്? ദ മെഡിക്കേഷൻ ദാറ്റ് ഈസ് കോൺട്ര ഇൻഡിക്കേറ്റഡ് ഡ്യൂറിംഗ് ദ ലേറ്റർ സ്റ്റേജസ് ഓഫ് പ്രഗ്നൻസി ഈസ്. അപ്പോൾ ലേറ്റർ സ്റ്റേജസ് ഓഫ് പ്രഗ്നൻസിയിൽ കോൺട്ര ഇൻഡിക്കേറ്റഡ് ആകുന്ന, കോൺട്ര ഇൻഡിക്കേഷൻ ഉണ്ടാക്കുന്ന മെഡിക്കേഷൻ്റെ പേരെന്താണെന്നാണ്. അപ്പോൾ മെഡിക്കേഷൻ്റെ പേരും കാര്യങ്ങളൊക്കെ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? ടെക്സ്റ്റ് ഡിയിലാണ് അല്ലേ. ഇവിടെ വളരെ ക്ലിയർ ആണ്. നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? മെഡിക്കേഷൻ്റെ പേരാണ്. അതായത് കോൺട്ര ഇൻഡിക്കേഷൻ ഉണ്ടാക്കുന്ന മെഡിക്കേഷൻ്റെ നെയിമാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. സോ നമുക്ക് ടെക്സ്റ്റ് ഡിയിലോട്ട് പോയി കോൺട്ര ഇൻഡിക്കേഷൻ ഉണ്ടാകുന്ന ലേറ്റസ്റ്റ് സ്റ്റേജ് ഓഫ് പ്രഗ്നൻസി എന്നാണ് പറയുന്നത്. അപ്പോൾ ലേറ്റസ്റ്റ് സ്റ്റേജ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? തേർഡ് ആൻഡ് ഫോർത്ത് ട്രൈമസ്റ്റർ ആണ്. സെക്കൻഡ് ആൻഡ് തേർഡ് ട്രൈമസ്റ്റർ ആണ്. നമുക്ക് ആ ഒരു ഭാഗത്ത് പോയി ആൻസർ എടുക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ പറ്റും ആൻസർ എന്താണ്? IV ക്വിനൈൻ ഷുഡ് ബി അവോയ്ഡഡ് ആസ് ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് റെക്കറൻറ്റ് ഹൈപ്പോഗ്ലൈസീമിയ. അപ്പോൾ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട മെഡിക്കേഷൻ ഏതാണ്? IV ക്വിനൈൻ ആണ്. എന്തുകൊണ്ടാണ് അവോയ്ഡ് ചെയ്യുന്നത്? ഹൈപ്പോഗ്ലൈസീമിയയ്ക്ക് അത് കാരണമാകുന്നുണ്ട്. നമ്മളിവിടുത്തെ ആൻസർ മെഡിക്കേഷൻ്റെ പേരായതുകൊണ്ട് തന്നെ IV ക്വിനൈൻ എന്ന് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Fifth one, if a pregnant woman who traveled to malaria endemic area and got affected with dash, she should be tested for anemia. ഇവിടെയും സെൻറ്റൻസിന് മിഡിലാണ് ബ്ലാങ്ക് വന്നിരിക്കുന്നത്. ഇത് നമുക്കൊരു ക്വസ്റ്റ്യൻ ഫോമിൽ മനസ്സിലാക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഇഫ് എ pregnant woman travels to a malaria endemic area and develop which condition should she be tested for anemia? അതായത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു വിമൻ മലേറിയ ഉള്ള ഒരു ഏരിയയിലോട്ട് പോയിട്ട് എന്തുമായിട്ട് അഫക്റ്റഡ് ആവുകയാണെങ്കിലാണ്, അല്ലെങ്കിൽ എന്ത് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിലാണ് മലേറിയയ്ക്ക് വേണ്ടി ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു പ്രഗ്നൻറ്റ് വിമൻ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ അല്ലേ, ഒരു രോഗമായിരിക്കാം. മോസ്റ്റ് പ്രോബബ്ലി ഈ രോഗം തന്നെയാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ എന്ത് രോഗം അല്ലെങ്കിൽ സിംറ്റം ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് നമ്മൾ മലേറിയയ്ക്ക് വേണ്ടി ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ട്രാവലിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് എവിടെയാണ്? ടെക്സ്റ്റ് എയിലും പറയുന്നുണ്ട്, ഒരു സെൻറ്റൻസ് ടെക്സ്റ്റ് ബിയിലും പറയുന്നുണ്ട്. നമുക്ക് രണ്ട് സ്ഥലത്തും പോയി നോക്കാം. ആദ്യം തന്നെ ടെക്സ്റ്റ് എയിൽ നോക്കാം. ടെക്സ്റ്റ് എയിൽ പറയുന്നുണ്ടോ? ഇല്ല, ടെക്സ്റ്റ് എയിൽ പറയുന്നില്ല. അവിടെ ആദ്യം തന്നെ പറയുന്നത് മലേറിയ എൻഡമിക് ആയിട്ടുള്ള റീജിയനിലോട്ട് ട്രാവൽ ചെയ്യരുതെന്നാണ് പറയുന്നത്. പിന്നീട് പറയുന്നത് എന്താണ്? പ്രഗ്നൻറ്റ് വിമൻ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ആരെയാണ് അത് അറിയിക്കേണ്ടത്, എന്ത് മരുന്നാണ് നേരത്തെ തന്നെ പ്രിവെൻറ്റീവ് മെഡിക്കേഷൻ ആയിട്ട് എടുക്കേണ്ടതെന്നാണ്. അപ്പോൾ അവിടെ ആൻസർ ഇല്ല. നമുക്ക് ടെക്സ്റ്റ് ബിയിലെ ലാസ്റ്റ് സെൻറ്റൻസ് നോക്കാം. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? ലാസ്റ്റ് സെൻറ്റൻസ് നോക്കുക. മലേറിയ ഷുഡ് ബി കൺസിഡേർഡ് ഇൻ പ്രഗ്നൻറ്റ് വിമൻ വിത്ത് എ ഫീവർ ഹു ഹാവ് ട്രാവൽ ടു മലേറിയ എൻഡമിക് ഏരിയ. അപ്പോൾ എന്താണ്, എന്ത് കണ്ടീഷൻ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിലാണ് മലേറിയയ്ക്ക് വേണ്ടി ടെസ്റ്റ് ചെയ്യേണ്ടത്? ഫീവർ അല്ലേ. സോ ആൻസർ ഈസ് ഫീവർ. നമുക്ക് 6th ക്വസ്റ്റ്യൻ നോക്കാം. 6ാമത്തെ ക്വസ്റ്റ്യൻ. മലേറിയ പേഷ്യൻസ് മേ ഹാവ് സിംറ്റംസ് ഓഫ് ഇൽനെസ്സസ് അഫക്റ്റിംഗ് ദെയർ ബ്രീത്തിങ് ഓർ ഡാഷ് ഫംഗ്ഷൻ. അപ്പോൾ ഇവിടെ എന്താണ്? സെൻറ്റൻസിൻ്റെ അവസാനത്തോടെയാണ് ഇവിടെ ബ്ലാങ്ക് വന്നിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ എന്താണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത്? നമുക്ക് നോക്കാം. ബേസിക്കലി ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇതാണ്: മലേറിയ പേഷ്യൻസ് മേ എക്സിബിറ്റ് സിംറ്റംസ് റിലേറ്റഡ് ടു ബ്രീത്തിങ് ഓർ വിച്ച് അതർ ബോഡിലി ഫംഗ്ഷൻ. അതായത് മലേറിയ ഉള്ള പേഷ്യൻസ് അഫക്റ്റ് ചെയ്യുന്ന സിംറ്റംസിനെ സംബന്ധിച്ചാണ് ചോദ്യം വരുന്നത്. അപ്പോൾ അവർക്ക് ആദ്യത്തെ എന്ത് റിലേറ്റഡ് ആയിട്ടായിരിക്കും സിംറ്റംസ് വരുന്നത്? ബ്രീത്തിങ് റിലേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസ് വരാറുണ്ട്. പിന്നെ നെക്സ്റ്റ് വരുന്ന എന്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഫംഗ്ഷനിങ് ആണ് അവർ അഫക്റ്റഡ് ആവുന്നതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതായത് ബ്രീത്തിങ് അഫക്റ്റഡ് ആവുന്നുണ്ട്. അഫക്റ്റഡ് ആവുന്ന രണ്ടാമത്തെ ബോഡിലി ഫംഗ്ഷൻ ഏതാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? ഒരു ബോഡിലി ഫംഗ്ഷൻ ആയിരിക്കും അല്ലേ, ലൈക്ക് ബ്രീത്തിങ്. നമുക്ക് മലേറിയയുടെ സിംറ്റംസിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത് എവിടെയാണ്? ടെക്സ്റ്റ് ബിയിലാണ്. നോക്കാം. ടെക്സ്റ്റ് ബിയിൽ വരാൻ നേരത്തെ നമുക്ക് നോക്കാം. ഇവിടെ ബോഡി ഫംഗ്ഷനെ പറ്റി പറഞ്ഞിരിക്കുന്നത് എവിടെയാണ്?
ആദ്യം തന്നെ ഫീവർ, മലേസ്, ഹെഡേക്ക് പോലുള്ള സിംറ്റംസിനെ പറ്റി പറയുന്നുണ്ട്. രണ്ടാമത് വരുമ്പോൾ മേ പ്രസന്റ് ആസ് റെസ്പിറേറ്ററി ഓർ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ഇൽനെസ്. ഇവിടെ നോക്കുക, റെസ്പിറേറ്ററി അല്ലെങ്കിൽ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ഇൽനെസ് ഉണ്ടാകാറുണ്ട്. ഇത് രണ്ട് ബോഡി ഫംഗ്ഷൻ അല്ലേ. റെസ്പിറേറ്ററി അത് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ക്വസ്റ്റനിൽ, ബ്രീത്തിങ് എന്നുള്ള രീതിയിൽ. അപ്പം നമ്മുടെ ആൻസർ എന്താണ്? ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ. ഓക്കെ, ഐ ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ ഫോർ യു. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. സോ നെക്സ്റ്റ് ക്വസ്റ്റൻ ഈസ് 7th one. Malaria antigens in a patient's blood can be detected by means of a dash. ഇവിടെ എന്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? ബേസിക്കലി ക്വസ്റ്റൻ ചോദിക്കുന്നത് ഇതാണ്, വിച്ച് ഡയഗ്നോസ്റ്റിക് മെത്തേഡ് ക്യാൻ ഡിറ്റക്ട് മലേറിയ ആൻറ്റിജൻസ് ഇൻ എ പേഷ്യൻസ് ബ്ലഡ്. പേഷ്യൻറ്റിൻ്റെ ബ്ലഡിലെ മലേറിയ ആൻറ്റിജൻ എന്ത് മെത്തേഡ് ഉപയോഗിച്ചാണ് കണ്ടുപിടിക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്? മെത്തേഡാണ് അല്ലേ, ഒരു ഡയഗ്നോസ്റ്റിക് മെത്തേഡാണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ എന്ത് മെത്തേഡാണ് ആക്ച്വലി? ബ്ലഡിലെ ആൻറ്റിജൻ കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ് വരുന്നത്. സോ ടെസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത് എവിടെയാണ്? സി തന്നെയാണ്. നമുക്ക് ഡയറക്റ്റ്ലി അങ്ങോട്ട് പോകാം. സിയിലോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഏറ്റവും അവസാനത്തെ ലാസ്റ്റ് പാർട്ട് നോക്കുക. റാപ്പിഡ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഫോർ മലേറിയ ആൻറ്റിജൻ ഷുഡ് ഓൾസോ ബി റിക്വസ്റ്റഡ്. അപ്പോൾ മലേറിയ ആൻറ്റിജൻ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റ് ഏതാണ്? റാപ്പിഡ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് അല്ലേ, RDTS. അപ്പോൾ അതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. കണ്ടോ, നമുക്ക് ഇവിടെയും ഒരു മെത്തേഡ് അല്ലേ, മെത്തേഡ് ഫോർ ഡിറ്റക്ടിങ് ആൻറ്റിജൻ ആണ് ഇവിടെ ആൻസർ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ 8th one. When considering malaria, tests should be carried out to determine how well that patient's dash is working. അതായത് മലേറിയ കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യണം. എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ടെസ്റ്റ് ചെയ്യുന്നത്? പേഷ്യൻറ്റിൻ്റെ എന്തോ ഒരു കാര്യം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി നമ്മൾ ടെസ്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ ടെസ്റ്റിനെ സംബന്ധിച്ച് നമുക്കറിയാം, ടെക്സ്റ്റ് സിയിലാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനു മുന്നേ നമുക്ക് ഇതെന്താണ് കണ്ടുപിടിക്കാൻ നമ്മളോട് ആവശ്യപ്പെടുന്നതെന്ന് നമുക്ക് പ്രോപ്പറായിട്ട് ഒന്നും കൂടെ നോക്കാം. ഇതൊരു ക്വസ്റ്റ്യൻ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? വെൻ ഡയഗ്നോസിങ് മലേറിയ, ടെസ്റ്റ് ഷുഡ് ബി കണ്ടക്റ്റഡ് ടു അസസ് ദ ഫംഗ്ഷനിങ് ഓഫ് വിച്ച് ഓർഗൻ ഓർ സിസ്റ്റം ഇൻ ദ പേഷ്യൻസ് ബോഡി. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? ഓർഗൻ അല്ലെങ്കിൽ സിസ്റ്റമാണ് ആൻസർ ആയിട്ട് വരുന്നത്. അല്ലെങ്കിൽ ഏത് ഓർഗൻ അല്ലെങ്കിൽ സിസ്റ്റം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടതെന്നാണ്. അപ്പോൾ ടെസ്റ്റിനെ പറ്റി അറിയാം, സി. അവിടെ പോയി നമ്മൾ നോക്കുക, ഏത് ഓർഗൻ അല്ലെങ്കിൽ സിസ്റ്റം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ടെസ്റ്റ് നിർദ്ദേശിച്ചിരിക്കുന്നതെന്നല്ലേ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി അങ്ങോട്ട് പോകാം. ടെക്സ്റ്റ് സിയിലോട്ട് വരാൻ നേരത്ത് ആദ്യത്തെ 3 ബുള്ളറ്റ് പോയിന്റ് നമുക്ക് വിട്ടേക്കാം, കാരണം അവിടെ പറയുന്നത് ബ്ലഡ് സ്മിയറിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. അവസാനത്തോട്ട് വരാൻ നേരത്ത് നമുക്ക് ലാസ്റ്റ് പാർട്ട് ഒന്നുകൂടെ വായിക്കാം. RDTS for malaria antigen should also be requested. Other tests should include complete blood count, urea, creatinine, electrolytes, liver function tests, serum glucose, venous pH, serum lactate and coagulation studies. അപ്പം കുറേ ടെസ്റ്റിൻ്റെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഓർഗൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഓർഗൻ്റെ വർക്കിംഗ് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പാകത്തിന് ടെസ്റ്റിന് പേര് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? ലിവർ ഫംഗ്ഷൻ ടെസ്റ്റാണ് അല്ലേ. അപ്പോൾ എന്തിൻ്റെ ഫംഗ്ഷൻ ആണ് നമ്മൾ ടെസ്റ്റിലൂടെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റുന്നത്? ലിവർ എന്നുള്ള ആൻസർ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ലിസ്റ്റ് ഓഫ് ടെസ്റ്റ് നോക്കാൻ നേരത്ത് ഇവിടെ കറക്റ്റായിട്ടൊരു ഓർഗൻ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലിവറിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. കാരണം ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിന് അതുപോലെ തന്നെ തന്നിട്ടുണ്ട്, ലിവറിൻ്റെ ഫംഗ്ഷനിങ് കറക്റ്റ് ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ടെസ്റ്റ്. അപ്പോൾ ഇവിടെ അതുകൊണ്ട് തന്നെ നമുക്ക് ലിവറാണ് ആൻസർ ആയിട്ട് എടുക്കാൻ സാധിക്കുന്നത്. ഇത് വളരെയധികം ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. സോ സാധാരണ ഇതിൽ ഈ ചോദ്യം ചെയ്യാനായിട്ട് പലരും സ്ട്രഗിൾ ചെയ്യാനാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 20 ചോദ്യത്തിൽ നിന്ന് 1-2 ചോദ്യം നല്ല ഡിഫിക്കൽട്ട് ആക്കാറുണ്ട് OET ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചോദ്യത്തിൽ നമ്മൾ ഒരുപാട് ടൈം വേസ്റ്റ് ആവുകയാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് അടുത്ത ചോദ്യത്തിലോട്ട് പോവുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 9ാമത്തെ ചോദ്യമാണ്. ഇൻ സിവിയർ കേസസ് ഓഫ് മലേറിയ ആൻഡ് പ്രഗ്നൻസി, ദ വിമൻ മേ ഡൈ ആസ് എ റിസൾട്ട് ഓഫ് ലോ ബ്ലഡ് ഷുഗർ ആൻഡ് ഡാഷ്. അതായത് സിവിയർ കേസസ് ഓഫ് മലേറിയയിൽ പ്രഗ്നന്റ് വുമൻ മരണപ്പെടാനുള്ള സാധ്യതയുണ്ട്. ആദ്യത്തെ റീസൺ എന്താണ്? ലോ ബ്ലഡ് ഷുഗർ. രണ്ടാമത്തെ റീസൺ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? ഒരു കാരണമാണ്, മരണ കാരണമാണ്. സിവിയർ ഫോം ഓഫ് മലേറിയ ആയിട്ട് അഫക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രഗ്നന്റ് വുമൻ മരിക്കാനുള്ള കാരണങ്ങളിൽ ഒരെണ്ണം ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ലോ ബ്ലഡ് ഷുഗർ ആണ്. രണ്ടാമത്തതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ രണ്ടാമത്തത് എന്തായിരിക്കും? ഒരു റീസൺ ഫോർ ഡെത്ത് ആയിരിക്കും. അപ്പോൾ മലേറിയ ഉള്ള സ്ത്രീകൾ അഫക്റ്റഡ് ആവുന്ന അവരുടെ സിവിയറിറ്റി, അവർ ഡെവലപ്പ് ചെയ്യുന്ന കണ്ടീഷൻസിനെ കുറിച്ചൊക്കെ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? ടെക്സ്റ്റ് എയിൽ തന്നെയാണ് അല്ലേ. ടെക്സ്റ്റ് എയിലെ 2ാമത്തെ പാരാഗ്രാഫിലാണ്. നമുക്ക് ഡയറക്റ്റ്ലി അങ്ങോട്ട് പോകാം. ഇവിടെ വരുമ്പോൾ നമുക്ക് ടുവേർഡ്സ് ദ ലാസ്റ്റ് പാർട്ട് നമുക്ക് നോക്കാം. സിവിയർ മലേറിയ മേ ലീഡ് ടു ഫീറ്റൽ ലോസ് ആൻഡ് ഹൈ മറ്റേണൽ മോർട്ടാലിറ്റി ഡ്യൂ ടു ഹൈപ്പോഗ്ലൈസീമിയ ആൻഡ് അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം. അപ്പോൾ ഇവിടെ സിവിയർ മലേറിയ
ഫീറ്റൽ ലോസിനും കാരണമാകാറുണ്ട്, മറ്റേണൽ മോർട്ടാലിറ്റിക്കും കാരണമാകാറുണ്ട്. അപ്പം മറ്റേണൽ മോർട്ടാലിറ്റി എന്ത് മൂലമാണ് ഉണ്ടാകാറുള്ളത്? 2 കാരണങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തേത് ഹൈപ്പോഗ്ലൈസിമിയ. ഹൈപ്പോഗ്ലൈസിമിയ എന്ന് പറഞ്ഞാൽ ഹൈ ബ്ലഡ് ഷുഗർ. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം. ഓക്കെ, അപ്പോൾ ഹൈപ്പോഗ്ലൈസിമിയ എന്ന് പറഞ്ഞാൽ ലോ ബ്ലഡ് ഷുഗർ ആണ് കേട്ടോ, പറയുമ്പോൾ മാറിപ്പോയതാണ്. രണ്ടാമത്തെ റീസൺ അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം. അപ്പം ലോ ബ്ലഡ് ഷുഗർ ഓൾറെഡി ക്വസ്റ്റ്യനിലുണ്ട്. നമുക്കിപ്പോൾ രണ്ടാമത്തെ ആൻസർ ഏതാണ് വരുന്നത്? രണ്ടാമത്തെ റീസൺ ഏതാണ്? അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം ഓർ ARDS ആണ് ആൻസർ വരുന്നത്. ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? Patients should receive their third dose of artesunate dash hours after admission. അഡ്മിഷന് ശേഷം എത്ര മണിക്കൂറുകൾക്ക് ശേഷമാണ് പേഷ്യൻ്റ് തേർഡ് ഡോസ് ഓഫ് ആർട്ടേസുനേറ്റ് എടുക്കേണ്ടത് എന്നുള്ള രീതിയിലാണ് ചോദ്യം വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? അവേഴ്സ് അല്ലേ, എത്ര അവേഴ്സ് ആണെന്നുള്ളതാണ്, ഒരു നമ്പറാണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ മരുന്നിൻ്റെ കാര്യം, ഡോസും കാര്യങ്ങളൊക്കെ പറയുന്നത് ടെക്സ്റ്റ് ഡിയിലാണ്. നമുക്ക് അവിടെ പോയിട്ട് അഡ്മിഷന് ശേഷം ആർട്ടേസുനേറ്റിൻ്റെ തേർഡ് ഡോസ് എപ്പോഴാണ് എടുക്കുന്നതെന്ന് നോക്കാം. ടെക്സ്റ്റ് ഡിയിലോട്ട് നമ്മളെത്തി. ഇനി ആർട്ടേസുനേറ്റിൻ്റെ കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ എന്താണ് നോക്കാം. ആർട്ടേസുനേറ്റ് 2.4 mg/kg IV on admission and repeat at 12 hours, then once daily until oral therapy is tolerated. ഇത് കുറച്ച് ട്രിക്കിയാണ്, കാരണം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മൂന്നാമത്തെ ഡോസ് എപ്പോഴാണ് എടുക്കേണ്ടതെന്നാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആദ്യത്തെ ഡോസ് അഡ്മിഷൻ സമയത്ത് എടുക്കണം, റിപ്പീറ്റ് ഡോസ് 12 മണിക്കൂറുകൾക്ക് ശേഷമാണ് എടുക്കേണ്ടത്. ഓക്കെ, ഒന്നുകൂടി ശ്രദ്ധിക്കുക. അഡ്മിഷൻ്റെ സമയത്ത് ഒരു ഡോസ് എടുക്കുന്നു, 12 മണിക്കൂറിന് ശേഷം റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ അഡ്മിഷൻ്റെ സമയത്ത് ഒരു ഡോസ് എടുത്തു എന്ന് വിചാരിക്കുക. രണ്ടാമത്തെ ഡോസ് എപ്പോഴായിരിക്കും എടുക്കുന്നത്? ആഫ്റ്റർ 12 hours അല്ലേ. അപ്പോൾ മൂന്നാമത്തെ ഡോസ് എപ്പോഴാണ് എടുക്കുന്നത്? അഡ്മിഷൻ്റെ ആ ഒരു ടൈം വെച്ച് നോക്കാൻ നേരത്ത് മൂന്നാമത്തെ ഡോസ് വരുന്നത് എപ്പോഴാണ്? 24 hours ആണ്. ഓക്കെ, 12 hours എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ക്വസ്റ്റ്യൻ കുറച്ച് ട്രിക്കി ആയിട്ടാണ് ഇവർ ഫ്രെയിം ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ഡോസാണ് ക്വസ്റ്റ്യൻ എങ്കിൽ അഡ്മിഷന് ശേഷം 12 hours ആണ്. മൂന്നാമത്തെ ഡോസ് ആണെങ്കിൽ എപ്പോഴാണ്? അഡ്മിഷന് ശേഷമുള്ള 24 മണിക്കൂറിലാണ് മൂന്നാമത്തെ ഡോസ് വരുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? 24 hours ആണ് ആൻസർ ആയിട്ട് വരുന്നത്. പിന്നെ നമ്മൾ ആൻസർ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം 24 hours എന്ന് എഴുതരുത്, 24 എന്ന് മാത്രം എഴുതിയാൽ മതി. കാരണം അവേഴ്സ് ആ ഒരു ക്വസ്റ്റനിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. ക്വസ്റ്റനിൽ ഉള്ള വാക്ക് നമ്മൾ ഒരിക്കലും റിപ്പീറ്റ് ചെയ്യരുത് ഇൻ കേസ് ഓഫ് സെൻറ്റൻസ് കംപ്ലീഷൻ. സെൻറ്റൻസ് കംപ്ലീഷൻ ആയിട്ട് നമ്മൾ പ്രത്യേകം എടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അവർ സ്കോർ ഒരിക്കലും ഒരു രീതിയിലും തരത്തില്ല. സോ ഐ ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ ഫോർ യു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ സെൻറ്റൻസ് കംപ്ലീഷൻ ക്വസ്റ്റ്യൻ നമ്മൾ ടാക്കിൾ ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് മാർഗം, നമ്മൾ തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഒരു ചോദ്യം ഫോമിലോട്ട് നമ്മൾ മനസ്സിലാക്കുക. മലയാളത്തിൽ തന്നെ മനസ്സിലാക്കിയാൽ മതി, അത് ഇംഗ്ലീഷിലോട്ടൊന്നും കൺവേർട്ട് ചെയ്യാൻ നിൽക്കേണ്ട. WH ക്വസ്റ്റ്യൻ ആയിട്ടുള്ള മലയാളത്തിൽ തന്നെ മനസ്സിലാക്കുക. എന്താണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഒരു ഒബ്ജക്റ്റ് ആണോ വാക്കായിട്ട് വരുന്നത്? ഒരു മെഡിക്കൽ എക്യുപ്മെൻ്റ് ആണോ? ഒരു മെഡിക്കൽ പ്രൊസീജിയറാണോ? ബോഡി പാർട്ടാണോ? ബോഡി ഫംഗ്ഷൻ ആണോ? ഒരു നമ്പറാണോ അവിടെ ആൻസർ ആയിട്ട് വരുന്നത്? ഡോസേജ് ആണോ? മെഡിസിൻ്റെ പേരാണോ? മെഡിസിൻ്റെ ഫ്രീക്വൻസി ആണോ? അപ്പോൾ ഈ രീതി മനസ്സിലാക്കുമ്പോൾ എന്താണ്, നമുക്ക് കറക്റ്റ് സ്ഥലത്ത് പോയി ലൊക്കേറ്റ് ചെയ്യാം ആൻസർ ഏത് ഭാഗത്താണെന്ന്. എന്നിട്ട് അവിടുന്ന് കറക്റ്റ് ആൻസർ തന്നെ എടുക്കാൻ സാധിക്കും. പലപ്പോഴും ക്യാൻഡിഡേറ്റ്സിന് പറ്റുന്നത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ കറക്റ്റായിട്ട് ലൊക്കേറ്റ് ചെയ്യും, പക്ഷേ എടുക്കുന്ന ആൻസർ ചോദ്യത്തിന് ഉത്തരമായിരിക്കത്തില്ല. റാൻഡം ആയിട്ടുള്ള ഏതെങ്കിലും വാക്ക് എടുക്കുകയായിരിക്കും ചെയ്യുന്നത്. ഇതൊഴിവാക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ, എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പറയാം. ഐ വിൽ ഗോ ത്രൂ ഇറ്റ്. പിന്നെ വേറെ ഏതെങ്കിലും ടോപ്പിക്കിൻ്റെ സംബന്ധിച്ച് നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് കാണണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഈ ഒരു വീഡിയോ തന്നെ ചെയ്തത് കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയുടെ കമൻറ്റിൽ കണ്ടിരുന്നു, പാർട്ടായി ചെയ്യാമെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ തീരുമാനിച്ചത്. സോ ഏതെങ്കിലും ഒരു സ്പെസിഫിക് കാര്യം, അത് റൈറ്റിങ്ങിനെ സംബന്ധിച്ചായിരിക്കാം, സ്പീക്കിംഗ് ആയിരിക്കാം, റീഡിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ലിസണിങ് ആയിരിക്കാം, തീർച്ചയായിട്ടും ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.